നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കാത്തതിന്റെ എല്ലാ വിഷമങ്ങളും നമ്മുടെ കിങ്ങിണിക്കുട്ടന്, അതായത് കെ മുരളീധരൻ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ ഓരോ ദിവസവും പറയുന്ന വാക്കുകളിലൂടെ വ്യക്തമാകുന്നതാണ്. അത് നമുക്ക് ഓരോ ദിവസവും അദ്ദേഹം മനസ്സിലാക്കി തരികയാണ്. കാരണം അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പറഞ്ഞ വാചകങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഫലം വരുന്നതിന് തലേ ദിവസം പോലും എന്തിനധികം പറയുന്നു, സുരേഷ് ഗോപിയെ അദ്ദേഹം കണക്കിന് പരിഹസിച്ചിരുന്നു. തൃശ്ശൂരിൽ അദ്ദേഹം BJP അക്കൗണ്ട് തുറക്കില്ല, അതിനു പകരം താങ്കൾ ബാങ്കിലാകും അക്കൗണ്ട് തുറക്കുക എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അതിനെല്ലാം കൂടെയുള്ള തിരിച്ചടിയായിരുന്നു ഫലം വന്നപ്പോൾ അദ്ദേഹം തോറ്റ് തുന്നം പാടിയതും. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് അവസാനം ഒരു വനവാസത്തിലേക്ക് തള്ളിവിട്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വീണ്ടും പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹം ഒരു സിനിമാക്കാരൻ ആയതിലുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ലഭിച്ചതല്ല എന്ന് വ്യക്തമാക്കി തരികയാണ് അദ്ദേഹം നമുക്ക്. കേരളത്തിലെ ജനങ്ങൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള മടി മാറിക്കിട്ടി എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നുള്ള സൂചനയെന്നും അദ്ദേഹം പറയുന്നു. UDFന് എന്തുകൊണ്ടാണ് വോട്ട് ചോർന്നതെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അതിനുശേഷം ആ ചോർച്ച അടയ്ക്കാനുള്ള മുൻകൈ UDF സ്വീകരിക്കണമെന്നും അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടേത് വെറും ഒരു ഫിലിം സ്റ്റാറിന്റെ വിജയമായി കാണരുത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത രാജീവ് ചന്ദ്രശേഖറിന് ഇത്രയും വോട്ട് എങ്ങനെ ലഭിച്ചു എന്നും മുരളീധരൻ ഇവിടെ ചോദിക്കുന്നു. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആലത്തൂരിലും വടകരയിലും BJP നല്ല രീതിയിൽ വോട്ട് നേടി. ഇതിനെ ഒന്നും ആരും ചെറുതായി കാണരുത്. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ മടി മാറി. BJPയുടെ വളർച്ച UDFും LDFും കേരളത്തിൽ ഭീഷണിയാണ്. ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തിൽ BJP കയറി വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതായും മുരളീധരൻ വ്യക്തമാക്കി. തൃശൂർ BJPക്ക് നേടാൻ കഴിഞ്ഞു. ഏതാണ്ട് കിട്ടുമെന്ന ഉറപ്പായിരുന്ന തിരുവനന്തപുരവും അവർക്ക് നഷ്ടമായത്. സുരേഷ് ഗോപി തൃശൂരിന് വേണ്ടി 5 വർഷമാണ് പ്രവർത്തിച്ചത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം കൊണ്ടാണ് ഇത്രയും വോട്ട് നേടിയത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആയപ്പോഴാണ് പലരും അയാൾ മലയാളിയാണെന്നത് പോലും അറിഞ്ഞത്. ഭാഷയിലും അയാൾക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ പ്രചരണം നടത്തിയെന്നും കെ മുരളീധരൻ തുറന്നു പറയുകയാണ്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് കേരളത്തിൽ BJP തങ്ങളുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ്. നേരത്തെ സുരേഷ് ഗോപിയുടെ ജയം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മാത്രമാണ് എന്ന തരത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതിൽ നിന്നും ഘടകവിരുദ്ധമായ മറുപടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായാണ് മുരളീധരന്റെ സഹോദരിയും അന്തരിച്ച കോൺഗ്രസ് നേതാവായ കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേർന്നത്. ഇതിനെ തുടർന്നാണ് മുരളീധരനെ കോൺഗ്രസ് തൃശൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോഴും BJPയുടെ വളർച്ച അംഗീകരിക്കാൻ മടി കാണിക്കുന്നിടത്താണ് തുറന്നു പറച്ചിലുമായി കെ മുരളീധരൻ രംഗത്ത് വന്നതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഹിന്ദുക്കളിലെ ഈഴവരാതി വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും BJPയിലേക്ക് ഒഴുകാൻ തുടങ്ങി എന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെ തിരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞുപോയത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ പച്ചയായ ന്യൂനപക്ഷ പ്രീണനം അവരുടെ പാരമ്പര്യ വോട്ടുകളുടെ ഇടയിലും ബാധിച്ചിട്ടുണ്ട് എന്നത് വിലയിരുത്തലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിന്റെ മനസ്സ് മാറാൻ തുടങ്ങി എന്ന് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും പ്രസക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ഒരു ചെറിയ തരംഗം ഉണ്ടാവുകയാണ് എങ്കിൽ കേരളം BJP പിടിക്കാനുള്ള സാധ്യത വിദൂരമല്ല എന്ന് തന്നെയാണ് വസ്തുത. അതിനെ അടിവരയിടുന്നതാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഈ വന്ന പ്രസ്താവനയും.